അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറേ നാളായാലും കണ്ടിട്ട്. പിന്നെ ഇത് കേരള കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ ഈ പാർട്ടി പരിപാടിക്കൊന്നും പോകാറില്ല. മറ്റേതേതാ? ഇത് മോദി മാപ്പിളയുടെ BJP. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അപ്പോൾ അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രിയ സ്ഥാനാർത്ഥികൾ നമുക്ക് കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അറിയാമല്ലോ, കണ്ടോ, ഇത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് ഇതിനൊക്കെ. രണ്ട് പാർട്ടിക്കാരനായിട്ട് നമുക്ക് കിട്ടിയുള്ളൂ സ്വാഭാവികമായിട്ടും. ആദ്യം ഏതൊക്കെയാ ജസ്റ്റ് നോക്കാം അല്ലേ? അപ്പോൾ ആദ്യം BJP തന്നെ നോക്കിയേക്കാം അല്ലേ, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നതെന്ന്. നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാരാണ്, നോക്കാം അല്ലേ? മലയാറ്റൂർ നരിസരം ഗ്രാമപഞ്ചായത്ത് DNA സ്ഥാനാർത്ഥിയായി താമര ചിഹ്നം. ഓക്കെ കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒന്നല്ല, ഇത് BJP സ്ഥാനാർത്ഥിയാണ്. പേര് ഷീല രഞ്ജിത്ത്. മുണ്ടക്കൽ വീട് മലയാറ്റൂർ. അപ്പോൾ ഇത് ആരാ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സോറി പള്ളിമാടിയിൽ ഇത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കേട്ടോ. അറുപത് വയസ്സിൽ താഴെയുള്ള കഴിഞ്ഞവർക്ക് ആയുർവേദ പദ്ധതികളുടെ കാര്യങ്ങളാണ്. ക്ഷമിക്കണം കേട്ടോ, ഈ പള്ളി അടിക്കുന്നതാണെന്ന് കേൾക്കുന്നില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, അതൊന്ന് തീരട്ടെ. ഓക്കെ. അപ്പോൾ സംഭവത്തിലോട്ട് കേട്ടോ. ത്രിതല പഞ്ചായത്തുകൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ച നൽകുന്ന വികസന പദ്ധതികൾക്കൊപ്പം സമ്മതിദാന അവകാശം നമുക്ക് നൽകുക. ഷീല രഞ്ജൻ മുണ്ടക്കൽ, മലയാറ്റൂർ PO. അപ്പോൾ ഇത് താമരയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു നോട്ടീസ് അടിച്ചു വെച്ചേക്കാണ് കാണുന്നത്, ഫുൾ അക്ഷരത്തെറ്റ്. പിന്നെ നമുക്കത് വായിക്കാൻ പറ്റുമോ? ഇല്ല, ഒന്നും വായിക്കാൻ പറ്റില്ല. ഇത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, ചുമ്മാതാ. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് LDF എന്ന് തോന്നുന്നു, നേരത്തെ പറഞ്ഞത്. UDF. ഓക്കെ. ടിൻഡോ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക. നമ്മുടെ ചിഹ്നം മാങ്ങ. സോറി കേട്ടോ, ടിൻഡു ഇതല്ല, ഞാൻ കാണിച്ചു തരാം. വേറെയുണ്ട് ടിൻഡു ഇവിടെ എവിടെയോ ഉണ്ടായി. ഇതാണ് ടിൻഡോയുടെ പാർട്ടിക്കാരാണ്. അത് നമുക്ക് മിക്സാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം, എങ്ങനെയാണ് സംഭവം, എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. ടിൻഡോ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. നമ്മുടെ ചിഹ്നം
മാങ്ങ, ഇത് കുറച്ച് ഹൈലൈറ്റാണ് കേട്ടോ. നല്ല ഒരു ബ്ലാക്ക് വൈറ്റ് പർപ്പിൾ കളറുണ്ട്. ഒരു ബ്ലാക്ക് കളർ നല്ല രസമില്ലേ, ഇത് കൊള്ളാം. BJP അടിച്ചു പോയാലും ഇത് ചിലപ്പോൾ വിജയിക്കും കേട്ടോ. അങ്ങനെയാണ്. ഇതിലെന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം ചെറുതായിട്ട്. ജനങ്ങളോട് 1% പോലും 4,50,000 കുടുംബങ്ങളെ വാസയോഗ്യമായി തീർത്ത 60,000 കുടുംബങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾ കേരളം വിട്ട് തൊഴിലാളികളോട് ക്ഷമിക്കണം കേട്ടോ. ഈ നോട്ടീസിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. അല്ലാതെ എനിക്ക് മലയാളം വായിക്കാൻ അറിയാൻ പാടില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും എനിക്ക് മലയാളം വായിക്കാൻ അറിയാൻ പാടില്ലായിട്ടാണ്. അങ്ങനെയൊന്നല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ കണ്ടോ, നോട്ടീസ് കണ്ടോ. ഇത് കാണാൻ നോട്ടീസിൻ്റെ വിശേഷം സും ചെയ്ത് നോക്കൂ കേട്ടോ. പറഞ്ഞാൽ നാളെ പാർട്ടിയിലുള്ള ഞാൻ ചുമ്മാ വെറുതെ ഒരു വീഡിയോ പോലെ എടുക്കാമെന്ന് വെച്ച് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അടുത്ത പേജിലൊന്നും നോക്കാം കേട്ടോ. ഇവരൊക്കെ ഈ കാണിക്കൽ മാത്രമേ ഉള്ളൂ. എലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ മൊത്തം കൈയിട്ട് വരൽ മാത്രമേ ഉള്ളൂ. നമുക്കൊരു സഹായം പോലെ ഒന്നും ഉണ്ടാവുകയില്ല. ഇലക്ഷൻ സമയമാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ തട്ടിക്കയറി വരും, വോട്ട് തരണേ ഇങ്ങനെ തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും കാരണമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല, കാലേ വാരി നിലത്തടിക്കും, അത്രേ ഉള്ളൂ. ഭയങ്കര വലിയ സംഭവമൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പല പല സ്ഥലങ്ങളിൽ പോയി കർഷകർക്ക് കൈത്താൻ കനാൽ ഭിത്തി സംരക്ഷണം, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, പച്ചക്കറി, തീറ്റപ്പുല്ല്, കരിമ്പ്, പാലം പുനർനിർമ്മാണം, സൗജന്യ ഭക്ഷ്യയോഗ്യം, ഗോൾഡിട്ട് വില്ല, പോഷകാഹാര പദ്ധതി, ജലനവീകരണം, അടിയന്തര സാഹചര്യങ്ങളിൽ സേവനങ്ങൾ, പോസ്റ്റ് ഓഫീസ് നവീകരണം, ജീവിത നിലവാരം ഉയർത്തുന്നതിനായി പദ്ധതികൾ, പ്രളയ ദുരന്ത മേഖലകളിൽ 100 കോടി സംഭാവന, ക്ഷീര കർഷകർക്ക് 10 ലക്ഷം ലോൺ ഫ്രീ ആയിട്ട്, കുടിവെള്ള വിതരണം, ആശ്രിക സുരക്ഷാ സേവനങ്ങൾ. എനിക്കറിയില്ല കുട്ടികളെ എന്തൊക്കെയോ. LED ലൈറ്റ് നവീകരണങ്ങൾ, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആൾ കേട്ടോ, ടിൻഡോ. എന്തൊക്കെയുണ്ട് നമുക്കറിയില്ല, ജയിക്കില്ലെന്നൊക്കെ നമുക്കറിയാം. ഞാൻ സാധാരണ ആർക്കും വോട്ട് ചെയ്യാറില്ല. നമുക്ക് എന്തെങ്കിലും ഉപകാരം വേണ്ട, അതുണ്ടാവില്ല. പിന്നെ ചുമ്മാ വോട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നോക്കാം. മലയാറ്റൂരിൻ്റെ സമീകരണ വികസനത്തിൻ്റെ കരവ് വന്നിരിക്കുന്നു. ടിൻഡോയുടെ എന്താ ഞാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞതിന് പിന്നെ അടിച്ചു വച്ചേക്കുന്നു നോട്ടീസിൽ. തോടുകൾ, കുളങ്ങൾ നവീകരിക്കുന്നു, എല്ലാം ഇലക്ട്രിക് പോസ്റ്റുകളിലും കത്തുന്നു.
കിടപ്പാടമില്ലാത്ത 1000 കുടുംബങ്ങൾക്ക് ലോൺ പദ്ധതികൾ. ലൈവാൽ പദ്ധതികൾ ആദ്യമായി 257 വീടുകൾ നിർമ്മിച്ച് നൽകി. അത് കഴിഞ്ഞ ഇലക്ഷൻ്റെ സംഭവം. അതൊന്നും കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല, ഞാൻ നോക്കാറില്ല അതൊന്നും. ആംബുലൻസ് സൗകര്യം 24 hours. വെറുതെ പറിച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. സോറി കേട്ടോ, എന്തൊക്കെയോ ഉണ്ട്, നമുക്കിത് മടുത്തു. ഇവർക്ക് പറിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊന്നും കേട്ടില്ലേ രാമനാരായണ എന്നുള്ളതായിരിക്കും ഇവരുടെ ഒരു രീതിയൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക കേട്ടോ. കുറേ നാളായി ലോങ് വീഡിയോ വന്നിട്ടിട്ട്. ശരി എന്നാൽ കേട്ടോ, അടുത്ത വീഡിയോ കാണാം.